ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇമ്മാനുവേൽ മിഷൻ ടിവിയിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് തിരുവചനത്തിൽ നിന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം യേശുക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ട രക്ഷകനായ ദൈവം എന്നുള്ള വിഷയമാണ്. യേശുക്രിസ്തുവിനെ കുറിച്ച് ദൈവവചനത്തിൽ ഇപ്രകാരം പറയുന്നു: താന് സത്യദൈവവും നിത്യജീവനുമാണ്. യോഹന്നാന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 20-ാം വാക്യത്തിൽ നമ്മളത് വായിക്കുന്നു. യേശുക്രിസ്തു സത്യദൈവവും നിത്യജീവനുമാകുന്നു. അവിടുന്ന് മരണമില്ലാത്തവൻ, ജനനമില്ലാത്തവൻ, നിത്യനായ ദൈവം. തീത്തോസിന്റെ 2-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു: മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തു. യേശു മഹാദൈവമാണ്, നിത്യനായ ദൈവമാണ്. അവിടുന്ന് രക്ഷിതാവായ ദൈവമാണ്. മനുഷ്യന്റെ രക്ഷിതാവായി, കർത്താവായി, യജമാനനായി ജീവിക്കുന്നു യേശുക്രിസ്തു. റോമാലേഖനം അതിന്റെ 9-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു: അവിടുന്ന് സർവത്തിനും മീതെ ദൈവമായി വാഴ്ത്തപ്പെട്ടവൻ. യേശുക്രിസ്തു സകല അധികാരങ്ങൾക്കും സകല നാമത്തിനും സർവത്തിനും മീതെ ദൈവമായി ആരാധിക്കപ്പെടുന്ന, വാഴ്ത്തപ്പെടുന്ന, സ്തുതിക്കപ്പെടുന്ന ദൈവമാണ്. മത്തായിയുടെ സുവിശേഷം അതിന്റെ 1-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു: കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേര് വിളിക്കും. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേര് വിളിക്കും. ദൈവം കന്യകാജനനത്തിൽ കൂടെ യേശുക്രിസ്തു മനുഷ്യത്വം പ്രാപിച്ച് ഈ ഭൂമിയിലേക്ക് കടന്നു വരുവാനിടയായിത്തീർന്നു. അതുകൊണ്ട് തന്നെ യേശുക്രിസ്തു മഹാദൈവമാണ്, സർവത്തിനും മീതെ ആരാധിക്കപ്പെടുന്ന ദൈവമാണ്, മനുഷ്യരോട് കൂടെ കടന്നു വന്ന ജീവിച്ച ദൈവമാണ്. ആ ദൈവം ജഡത്തിൽ ഈ ഭൂമിയിലേക്ക് വെളിപ്പെട്ടു വരാനിടയായിത്തീർന്നു. ഫിലിപ്പിയ ലേഖനം അതിന്റെ 2-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്കുകൾ വായിക്കുമ്പോൾ യേശുക്രിസ്തു ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം, തുല്യത മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ താന് ദാസരൂപമെടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് മനുഷ്യനായി താൻ വിളങ്ങി, തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി. യേശുക്രിസ്തു സ്വർഗത്തിൽ ദൈവമായിരുന്നവൻ, ദൈവത്തോട് സമത്വവും തുല്യതയും ഉണ്ടായിരുന്ന ദൈവം. അവിടുന്ന് മനുഷ്യത്വത്തിലേക്ക്, ദാസ്യത്വത്തിലേക്ക്, മനുഷ്യ സാദൃശ്യത്തിലേക്ക് താൻ ഇറങ്ങി വന്ന ജഡത്തിൽ, മനുഷ്യ ശരീരത്തിൽ ഈ ഭൂമിയിൽ യേശുക്രിസ്തു വെളിപ്പെടുവാനിടയായിത്തീർന്നു. നമ്മള് തിരുവചനം മുഴുവനും നമ്മൾ പഠിക്കുമ്പോഴും ആ സത്യം പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എബ്രായ ലേഖനം അതിന്റെ 2-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം വായിക്കുമ്പോൾ: മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. തന്റെ സൃഷ്ടിയായ മനുഷ്യൻ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് യേശുക്രിസ്തു അവരെ പോലെ ജഡരക്തം ധരിച്ച് ഈ ഭൂമിയിലേക്ക് താൻ ഇറങ്ങി വന്ന ആ പരമസത്യത്തെയാണ് ഈ വചനത്തിൽ കൂടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിന് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യും. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി, സ്വർഗത്തിൽ ഇരിക്കുന്നവനായി, സ്വർഗത്തിലേക്ക് കരേറിപ്പോയവനായി യേശുക്രിസ്തു അല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല എന്ന്
യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 3-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. യേശുക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനാ. ദൈവമായിരുന്നവൻ മനുഷ്യത്വത്തിൽ ജഡമെടുത്ത് ഈ ഭൂമിയിൽ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി താൻ ഇറങ്ങി വരുവാനിടയായിത്തീർന്നു. 1 കൊരിന്ത്യർ ലേഖനം അതിന്റെ 15-ാം അധ്യായം 47-ാം വാക്യം വായിക്കുമ്പോൾ, ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ എന്ന് നമ്മൾ വായിക്കുന്നു. ആദ്യ മനുഷ്യനായ ആദാം ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടെങ്കിൽ രണ്ടാം മനുഷ്യനാന്ന് വിശേഷിക്കപ്പെടുന്ന യേശുക്രിസ്തു താന് സ്വർഗത്തിൽ നിന്ന് വന്നവനാണ് എന്ന് തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ദൈവത്തിന്റെ വചനമായിരുന്ന ക്രിസ്തു താന് ജഡമെടുത്ത് കൃപയും സത്യമുള്ളവനായി ഈ ഭൂമിയിലേക്ക് വന്ന് മനുഷ്യരുടെ ഇടയിൽ പാർത്തു എന്ന് നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുന്ന ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ഹനനയാഗവും വഴിപാടും നീച്ചിട്ടില്ല, നീ എനിക്കൊരു ശരീരം ഒരുക്കിയിരിക്കുന്നു എന്ന് നമ്മൾ എബ്രായ ലേഖനം 10-ന്റെ 5-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. ഹനനയാഗവും വഴിപാടും ദൈവമേ നീ ഇച്ഛിച്ചില്ല, എന്നാൽ നീ എനിക്കൊരു ശരീരം ഒരുക്കിയിരിക്കുന്നു. യേശുക്രിസ്തുവിന് ദൈവമായിരുന്ന, വചനമായിരുന്ന, ആരാധ്യനായിരുന്ന യേശുക്രിസ്തു തനിക്ക് വേണ്ടി പിതാവായ ദൈവം മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി മനുഷ്യത്വത്തിൽ ഈ ഭൂമിയിലേക്ക് വരേണ്ടതിന് സ്വർഗത്തിൽ താൻ ഒരു ജഡം ഒരുക്കി, എനിക്കൊരു ജഡം ഒരുക്കിയിരിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആ ദൈവത്താൽ ഒരുക്കപ്പെട്ട ആ ശരീരത്തിൽ യേശുക്രിസ്തു കന്യകയിൽ കൂടെ മനുഷ്യത്വം പ്രാപിച്ച് ഈ ഭൂമിയിലേക്ക് കടന്നു വരുവാൻ വേണ്ടി ഇടയായിത്തീരും. റോമാലേഖനം അതിന്റെ 8-ാം അധ്യായത്തിൽ 3-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ എങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ആമേൻ. ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു, പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. യേശുക്രിസ്തു താൻ ദൈവത്തിന്റെ പുത്രനായി, ദൈവത്തിന്റെ വചനമായിരുന്നവൻ, മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി പാപം നിമിത്തം തന്റെ പുത്രനായ യേശുക്രിസ്തുവിനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ താൻ ഈ ഭൂമിയിലേക്ക് അയച്ചു. യേശുക്രിസ്തു ആദാമ്യ മനുഷ്യവർഗത്തെ പോലെ താൻ ജഡത്തിലും മനുഷ്യത്വത്തിലും ആണെങ്കിലും താൻ ആദാമ്യ തലമുറയിൽ സന്തതിയിൽപ്പെട്ടവനല്ല. അവൻ ദൈവപുത്രനും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനുമായ ദൈവമായതുകൊണ്ട് യേശുക്രിസ്തു പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ വന്നു. അവിടുന്ന് പാപമുള്ളവനല്ല, പാപം അറിയാത്തവൻ, പാപം ചെയ്യാത്തവൻ. അവന്റെ വായിൽ വഞ്ചനയില്ലായിരുന്നു. ആ യേശുക്രിസ്തു ജീവാരംഭവും ജീവാവസാനവും ഇല്ലാത്തവനായി നിത്യനും പരിശുദ്ധനുമാകുന്ന ദൈവമാണ്. യേശുക്രിസ്തു അവൻ നമ്മുടെ പാപങ്ങളെ തന്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവിടുത്തെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നു വരിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. പാപമില്ലാത്ത പരിശുദ്ധനെ, നീതിമാനായവനെ, ദൈവപുത്രനായവനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ മനുഷ്യത്വത്തിൽ ഭൂമിയിലേക്ക് അയച്ച് മുഴു ലോകത്തിന്റെയും മുഴു ലോക മനുഷ്യരുടെയും പാപത്തിന്റെ ശിക്ഷ യേശുക്രിസ്തുവിന്റെ മേൽ ചുമത്തി മുഴു മനുഷ്യന്റെയും പാപഭാരം ചുമന്നുകൊണ്ട് യേശുക്രിസ്തു ക്രൂശിൽ കയറി ക്രൂശിൽ മരിക്കുവാനിടയായിത്തീർന്നു. യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം മാനവജാതിയുടെ പാപപരിഹാരത്തിനും രക്ഷയ്ക്കുമുള്ള ഒരു പരിഹാര പ്രാശ്ചിത്ത മരണമായിരുന്നു. താൻ അവനിൽ തന്നെ ജീവനുള്ളവനായതുകൊണ്ട് യേശുവിനെ മനുഷ്യന് കൊല്ലുവാൻ കഴിയുന്നവനല്ല. അവൻ നിത്യജീവനായവനാണ്.
സകലത്തെയും അവൻ മുഖാന്തരം ഉളവാക്കിയ സൃഷ്ടാവായ ദൈവമാണ്. അവൻ തന്റെ പ്രാണനെ മനുഷ്യവർഗത്തിന് വേണ്ടി ക്രൂശിൽ ഏൽപ്പിച്ചു കൊടുക്കാനിടയായി. സഹോദരി യേശുക്രിസ്തുവിന്റെ മരണം അത് ഈ ഭൂമിയിൽ ആദാമിക തലമുറയിൽപ്പെട്ട സകല മനുഷ്യന്റെ ഓരോ മനുഷ്യന്റെയും പാപത്തിന് പരിഹാരത്തിനും രക്ഷയ്ക്കും വീണ്ടെടുപ്പിനുമുള്ള പരിഹാര ബലിയായിരുന്നു, യാഗമായിരുന്നു എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. മരിച്ചടക്കപ്പെട്ട് 3-ാം ദിവസം മരണത്തെ ജയിച്ച് യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുവാനിടയായി. ആ യേശുക്രിസ്തു ഇന്ന് സ്വർഗത്തിൽ പിതാവിന്റെ വലതുഭാഗത്ത് സ്വർഗസിംഹാസനത്തിൽ സർവാധികാരിയായി വാഴുന്നുവെന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. ആ ക്രിസ്തുവുള്ള വിശ്വാസത്താലാണ് യേശുക്രിസ്തുവിന്റെ കാൽവരിയിലെ പരമയാഗത്തിൽ മരണത്തിൽ അത് എന്റെയും പാപത്തിന്റെ പരിഹാരത്തിനും രക്ഷയ്ക്കും വേണ്ടിയായിരുന്നുവെന്ന് ഒരു മനുഷ്യൻ വിശ്വസിക്കുകയും യേശുക്രിസ്തുവിനെ അവന്റെ ഹൃദയത്തിൽ കർത്താവും രക്ഷകനുമായി സ്വീകരിക്കുകയും ചെയ്യുമ്പോഴാണ് പാപിയായ മനുഷ്യൻ പാപമോചനവും നീതീകരണവും ദൈവമുമ്പിൽ പ്രാപിക്കാൻ വേണ്ടി കഴിയുന്നത്. നമ്മള് മൂന്നാമതായി ചിന്തിക്കുമ്പം യേശുക്രിസ്തു ദൈവമായിരുന്നു ഒന്ന്, ജഡത്തിൽ വെളിപ്പെട്ട് രണ്ടാമത്തെ കാര്യം, മൂന്നാമതായി അവൻ മനുഷ്യവർഗത്തിന്റെ രക്ഷിതാവായിരിക്കുന്നു എന്നുള്ള കാര്യമാണ്. 1 തിമോഥെയോസിന്റെ ലേഖനം 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, യേശുക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. യേശുക്രിസ്തു മനുഷ്യത്വത്തിൽ കന്യകയിൽ കൂടെ ഭൂമിയിലേക്ക് കടന്നു വന്നത് പാപികളായി തീർന്ന മനുഷ്യവർഗത്തെ പാപികളെ രക്ഷിപ്പാൻ യേശുക്രിസ്തു വന്നു. സകല മനുഷ്യവർഗവും പാപത്തിന് അടിമത്തത്തിലും മരണത്തിന് അടിമത്തത്തിലുമായി പാപനിമിത്തം പരിശുദ്ധനായ ദൈവത്തിൽ നിന്ന് അകന്ന് പാപത്തിന്റെ ശമ്പളമായ മരണവിധിയിൽ, നരകവിധിയിൽ ആയിപ്പോയ മനുഷ്യരെ അവൻ ചെയ്ത പാപത്തിന്റെ ശമ്പളം മരണം, പാപം ചെയ്യുന്ന ദേഹി മരിക്കണം എന്ന ദൈവനീതിക്കൊത്തവണ്ണം മനുഷ്യന് വേണ്ടി പകരക്കാരനായി ദൈവനീതി ക്രൂശിൽ തന്റെ ജീവൻ കൊടുത്ത പാപപരിഹാരം വരുത്തി ദൈവനീതി നിവർത്തിക്കപ്പെട്ട ആ യേശുക്രിസ്തു രക്ഷിതാവായി പാപികളെ രക്ഷിപ്പാനാണ്, പാപത്തിൽ നിന്നവരെ മോചിപ്പിക്കുവാൻ, വിടുവിപ്പാൻ, സ്വാതന്ത്ര്യം വരുത്തുവാനാണ് യേശുക്രിസ്തു ലോകത്തിലേക്ക് കടന്നു വന്നത്. ദൈവത്തിന് സ്തോത്രം. സകല മനുഷ്യനും പാപികളാണെന്ന് തിരുവചനം പറയുന്നു. റോമാലേഖനം 5:12 ഏക മനുഷ്യനാൽ പാപവും പാപത്താൻ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ സകല മനുഷ്യരും പാപം ചെയ്യുകയാൽ മരണമെല്ലാവരിലേക്കും പരന്നിരിക്കുന്നു. ഈ ഭൂമിയിൽ ജനിക്കുന്ന ഏതൊരു മനുഷ്യനും അവന് പാപിയാണ്. പാപിയായതുകൊണ്ട് പാപത്തിന്റെ ശമ്പളമായ നരകം, മരണത്തിന് അവൻ അർഹനാണ്. അങ്ങനെ മരണവും പാപവും സകല മനുഷ്യരിലേക്കും പരന്നിരിക്കുന്നത് കൊണ്ട് ആ പാപാവസ്ഥയിൽ നിന്ന് മനുഷ്യന് സ്വാതന്ത്ര്യവും രക്ഷയും ആവശ്യമുണ്ട്. മനുഷ്യനൊരു രക്ഷിതാവിനെ, ഒരു വീണ്ടെടുപ്പുകാരനെ ആവശ്യമുണ്ട്. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ഭൂമിയിൽ ജനിച്ച ഒരു മനുഷ്യനും നീതിമാനും പാപമില്ലാത്തവനുമാണെന്ന് പറയാൻ കഴിയാതെ വണ്ണം ഏക മനുഷ്യനായ ആദ്യ മനുഷ്യനായ ആദാം തന്നെ പാപത്തിലും മരണത്തിലുമായി പോയി. അവന്റെ സന്തതി പരമ്പരകളായ മനുഷ്യവർഗം മുഴുവനും പാപത്തിനും മരണത്തിനും അടിമത്തത്തിൽ കഴിയുകയാണ്. മനുഷ്യൻ പാപത്തിൽ ജനിക്കുന്നു, പാപത്തിൽ ജീവിക്കുന്നു.
പാപം ചെയ്ത് പാപയായി മരിച്ചു പോകുമ്പോൾ ആ പാപത്തിന്റെ പരിഹാരത്തിനും വിടുതലിനും യേശു കർത്താവ് താൻ ഈ ലോകത്തിൽ വന്ന് ക്രൂശിൽ പാപപരിഹാരം വരുത്തുവാനിടയായിത്തീർന്നു. സ്തോത്രം. പ്രിയമുള്ളവരെ, മനുഷ്യൻ ഇന്ന് പാപപരിഹാരത്തിനും ദൈവമുള്ള നീതീകരണത്തിനും വേണ്ടി മതാചാരങ്ങൾ, കർമാനുഷ്ഠാനങ്ങൾ, നേർച്ചകാഴ്ചകൾ, സൽപ്രവർത്തികൾ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങള് പാപപരിഹാരത്തിനും ദൈവമുള്ള നീതീകരണത്തിനും വേണ്ടി ചെയ്തുകൊണ്ടിരിക്കും നമുക്ക് കാണാൻ കഴിയും. ദൈവത്തിന്റെ വചനം പറയുന്നു, മനുഷ്യന്റെ നീതി പ്രവർത്തികളെല്ലാം ദൈവസന്നിധിയിൽ കറപുരണ്ട തുണി പോലെ അത്രേ. അതുകൊണ്ട് മനുഷ്യന്റെ നല്ല പ്രവർത്തികൾ കൊണ്ട് പാപത്തിനും മരണത്തിനും അടിമപ്പെട്ട മനുഷ്യന് അതിൽ നിന്ന് രക്ഷിക്കപ്പെടുവാൻ കഴിയുകയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട യേശുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമമേ ഇല്ല. മനുഷ്യന്റെ രക്ഷയ്ക്ക് സർവശക്തനായ സൃഷ്ടാവായ ദൈവം തന്ന ഒരേ ഒരു നാമം, ആകാശത്തിന്റെ കീഴിൽ മനുഷ്യവർഗത്തിന്റെ ഇടയിൽ മനുഷ്യന്റെ പാപപരിഹാരത്തിനും ആത്മരക്ഷയ്ക്കും നിത്യജീവനും യേശുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമമില്ല. ജയിലധികാരിയായിരുന്ന മനുഷ്യൻ അപ്പോസ്തലന്മാരെ ചോദിക്കുന്നൊരു വാക്യമുണ്ട്, യജമാനന്മാരെ, രക്ഷിക്കപ്പെടുവാൻ ഞാൻ എന്തു ചെയ്യണം? അവനോട് അപ്പോസ്തലന്മാർ പറഞ്ഞ മറുപടി, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. സ്തോത്രം. യേശുക്രിസ്തുവിന്റെ വിശ്വാസത്താലാണ്, ക്രൂശ് മരണത്തിലുള്ള വിശ്വാസത്താലാണ് ഒരു മനുഷ്യന് പാപമോചനവും രക്ഷയും നീതീകരണവും ലഭിക്കുന്നെന്നുള്ള സത്യം തിരിച്ചറിയുന്ന മനുഷ്യർ ഭാഗ്യവാന്മാരായിത്തീരും. കൃപയാലല്ലോ നാം വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ദൈവത്തിന്റെ കരുണ കൊണ്ട് പുത്രനെ ദൈവമായിരുന്നവനെ മനുഷ്യജടത്തിൽ ഭൂമിയിലയച്ച് നമ്മുടെ പാപങ്ങളെ ശിക്ഷ അവന്റെ മേൽ ചുമത്തി ക്രൂശിൽ യേശുവിന് അറയ്ക്കപ്പെട്ട് മരിച്ച് അറയ്ക്കപ്പെട്ട് ഉയർത്ത് യേശുക്രിസ്തു പാപത്തിൽ മനുഷ്യനെ സ്വാതന്ത്ര്യപ്പെടുത്തുകയും നിത്യജീവന്റെ വഴി തുറന്ന് യേശു കർത്താവ് സ്വർഗത്തിലേക്ക് കടന്നുപോയി. അതുകൊണ്ട് യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം യേശുവിനെ മരിച്ചുവെന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. പ്രിയ സ്നേഹിതരെ, യേശുക്രിസ്തു എന്റെ കർത്താവെന്ന് വായ്കൊണ്ട് ഏത് മനുഷ്യനെ ഏറ്റുപറയുന്നുവോ, ദൈവം യേശുവിനെ മരിച്ചുവെന്ന് ഉയർപ്പിച്ചു, മരണത്തെ ജയിച്ച് യേശു ഉയർത്തുവെന്ന് ഹൃദയം കൊണ്ട് ആര് വിശ്വസിക്കുന്നുവോ, വായ്കൊണ്ട് ഏറ്റുപറയുന്നുവോ, അവന് നരകവിധിയിൽ നിന്ന് ന്യായവിധിയിൽ നിന്ന് രക്ഷിക്കപ്പെടും, ശിക്ഷയിൽ നിന്ന് അവൻ വിടുവിക്കപ്പെടും, അവന് നിത്യജീവന്റെ അവകാശികളായി. യേശു പറഞ്ഞതിൽ വിശ്വസിക്കുന്ന നിത്യജീവനുണ്ട്. യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവിടുന്ന് അധികാരം കൊടുത്തു. പ്രിയമുള്ളവരെ, അങ്ങനെയെങ്കിൽ എന്റെ ലഘുവായ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിൽ കൂടെ ദൈവം മനുഷ്യവർഗത്തിന് ഒരുക്കിയ പാപമോചനവും നിത്യജീവനും രക്ഷയും സ്വീകരിക്കാതെ ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതം യേശുവിനായി സമർപ്പിക്കുവാൻ കഴിയുമോ? യേശു ക്രൂശിൽ മരിച്ചത് എന്റെ പാപത്തിനും കൂടെ വേണ്ടിയാണ്, യേശുവിന്റെ രക്ഷകനാണ് എന്ന് വിശ്വസിക്കുകയും വായ്കൊണ്ട് യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറയുകയും ചെയ്ത് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് യേശു ക്രിസ്തുവിനെ കർത്താവും യജമാനുമായി സ്വീകരിക്കുന്നുവെങ്കിൽ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകാം. ദൈവ മക്കളായി, ദൈവ കുടുംബത്തിൽ അംഗങ്ങളായി, ഈ ലോക ജീവിതത്തിനപ്പുറം നിത്യമായ സ്വർഗഭവനത്തിൽ ദൈവത്തോട് ഒരുമിച്ച് മരണമില്ലാതൊരു നിത്യമായ ജീവിതം യേശുക്രിസ്തുവിൽ കൂടെ ദൈവം മനുഷ്യന് കൃപയാൽ വിശ്വാസമെന്ന വ്യവസ്ഥയിൽ ദാനമായി തരുന്നത് കൊണ്ട് ആ വലിയൊരു രക്ഷ സ്വീകരിക്കുവാൻ കൃപാലുവായ ദൈവം
ഞങ്ങളെ കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുകയും ഒരുക്കുകയും ചെയ്യട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ദൈവത്തിന് സകല മഹത്വവും പുകഴ്ച അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. വലിയവനായ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം.